ഇച്ചായ ചായ വരുന്ന ചായ ദേ ചായ പ്രാസോടി അല്ല ചായ ഈ പവിത്രന്റെ ഒരു അറിവുമില്ലല്ലോ. ഇങ്ങോട്ടൊന്നും വരുന്നില്ല, ഒരു വിളിയില്ല. ഒരു പെണ്ണ് വന്ന് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് മാറ്റം വരുമോ? പവിത്ര എന്നെ വിളിച്ചായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ രജിസ്റ്റർ മാരേജ് ഒളിച്ചോട്ടവും അതിനൊക്കെ പോകുന്ന വേണ്ടെന്ന് വെച്ചു. ഓഹോ, പവിത്രനപ്പ ഇച്ചായനെ വിളിച്ച്. ഈ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്താൻ ആരാ കാരണം? ഞാൻ. എന്നിട്ട് എന്നെ വിളിച്ചില്ല. എടി, അടുത്ത വർഷം കല്യാണം കഴിക്കാതിരുന്ന അവരെ 1 മണിക്കൂർ കൊണ്ട് കെട്ടിച്ചിട്ട് നിന്നെ വിളിക്കണം. എന്നായാലും കേട്ടണ്ട് ഇച്ചായ. അപ്പൊ കുറച്ച് നേരത്തെ ആയാ അത്ര നല്ലല്ലേ. എന്തായാലും ഇച്ചായനൊന്ന് അവനെ വിളിച്ചേ, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാലോ. അയ്യോ, എന്തൊരു ക്യൂറിയോസിറ്റി. നിന്നെ സമ്മതിച്ചു കേട്ടോ. ആരെങ്കൊണ്ട് ഡോക്ടറെ. പവിത്ര, എന്തൊക്കെയുണ്ട് വിശേഷം? തിരക്കാണെന്ന് തോന്നുന്നു, ഇപ്പൊ കാണാനില്ലല്ലോ. ഇപ്പൊ ഫോണിലെങ്കിലും കിട്ടി, കുറച്ചുകൂടെ കഴിഞ്ഞ പിന്നെ അതും കിട്ടുമല്ലായിരുന്നു. എന്താ? ഇനി പറ്റിയതൊക്കെ ഇനി പറഞ്ഞിട്ടല്ല കാര്യം. പിന്നെ എനിക്കിതുപോലൊരു സഹായം ചെയ്ത ആലീസിനോട് പ്രത്യേകം ഒരു നന്ദിയോട് പറഞ്ഞെന്ന് പറഞ്ഞേക്കണേ. ശരി ഡോക്ടറെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഓ, സർക്കാസ്റ്റിക് ആയിട്ടാണോ? അല്ലല്ല, തിരക്കില്ല, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ആണോ? പക്ഷെ സുമിത്രയുടെ വിശേഷം ചോദിക്കായിരുന്നു. നിന്നോട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടാവും. നല്ല സന്തോഷമുള്ള ജീവിതമായിരിക്കുവേ. നന്ദി എന്ന വാക്കാണ് പറഞ്ഞതെങ്കിലും വേറെന്തോ പോലെ എനിക്ക് തോന്നി. അത് ഇച്ചാന് വെറുതെ തോന്നുക. ചാടിക്കാം. അതിപ്പറ്റി എന്താ ആലോചിക്കുന്നേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കുന്നില്ല. അതൊക്കെ കിണറ്റി ചാടുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. കിണറ്റി ചാടിക്കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് എന്നാ കാര്യം? കിണറ്റി ചാടിയ സ്ഥിതിക്ക് ഉള്ള വെള്ളവും കുടിച്ച് അവിടെ അങ്ങ് കിടന്നോണം. പവിത്രട്ട് എന്തൊക്കെയായി പറയുന്നേ? ഇപ്പൊ പഴയതുപോലൊന്നും അല്ല നമ്മള്, ഭാര്യയും ഭർത്താവുക. അതാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. പവിത്രട്ടിന് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ഞാൻ അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയെന്നല്ലേ? അതെന്താ കാര്യമെന്ന് പവിത്രട്ടിന് അറിയോ? സുമിത്രേ, നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കണ? ഒരു ചായ വേണം. അത് ഞാൻ അല്ല, അതിന് അമ്മച്ചി ചായ പറഞ്ഞില്ലല്ലോ. അത് മാത്രല്ല, ഇത്രയും നാൾ അമ്മച്ചിയല്ലേ ചായ ഇട്ടത്. അത് നീ വരുന്നത് വരെ 4-5 ദിവസമല്ല വന്നിട്ട്. അടുക്കളയിൽ ഇതുവരെയും കയറിയിട്ടുണ്ടാ? അടുക്കള കയറി ഒന്നും ചെയ്യാൻ അമ്മച്ചി സമ്മതിക്കാനിട്ടല്ലേ. അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊരു ചായ വേണം. പാലിലധികം വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടുണ്ടാവും. അത് ഞാൻ സഹിച്ച്. കടുപ്പം അധികം വേണ്ട, മധുരം നല്ലോണം കിട്ടും. മധുരം കഴിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. നീ ഡോക്ടറാകണ്ട, മരുമോളായാ മതി. ഞാൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ എനിക്കുള്ള ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. പവിത്രനുള്ള ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. മനസ്സിലായില്ല? അവന്റെ രീതികളൊക്കെ എനിക്ക് അറിയാൻ പാടുള്ളൂ. അത് ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇനി ഇത്രയും കാലം അമ്മച്ചി തന്നെയല്ലേ ഇവിടെ ചായ ഉണ്ടാക്കിയത്. ഇനി അമ്മച്ചി തന്നെ ഉണ്ടാക്കിയാ മതി. അപ്പൊ നിനക്ക് ഇവിടെ എന്താ പണി? ഓഹോ, അപ്പൊ അമ്മച്ചിക്ക് ചായ ഉണ്ടാക്കാനാണോ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്? അതിന് നിന്നാരോടെ കെട്ടിക്കൊണ്ട് വന്നത്? നീ വലിഞ്ഞേറി വന്നതല്ലേ. പിന്നെ നാണക്കേട് ഓർത്ത് അവൻ അങ്ങോട്ട് കെട്ടിയെന്നല്ലേ ഉള്ളു. അമ്മച്ചി വേണ്ടാതെ ഞാൻ പറഞ്ഞോണ്ടല്ലോ. അമ്മച്ചി അതൊന്നും നോക്കത്തില്ല. ഞാൻ പറഞ്ഞാ നീ എന്ത് ചെയ്യും? കാരണം എന്ത് ചെയ്യും? അമ്മയാ പറഞ്ഞതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോ പവിത്രേട്ടാ? ഭാര്യ ചായ ഉണ്ടാക്കുന്നേ ഭർത്താവിന് വേണ്ടിയിട്ടാ, അല്ലാതെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ ഉണ്ടാക്കുന്ന ചായ അമ്മയ്ക്ക് കുടിക്കാം, പക്ഷെ അത് പവിത്രത്തിന് തരാൻ പാടില്ല. പവിത്രത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാൻ പാടുള്ളൂ. ഞാനത് സമ്മതിച്ചു കൊടുക്കുവോ പവിത്രേട്ടാ? ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. ഇല്ല, സമ്മതിച്ചു കൊടുക്കില്ല. പവിത്രത്തിന്റെ മേൽ അമ്മയുടെ അവകാശങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി മുതൽ പവിത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഞാനാ. രണ്ടുപേരൂടെ ചേർന്ന് കുളിപ്പിച്ചു കൊച്ചിനെ ഇല്ലാതാക്കരുത്. പവിത്രത്തിന് TV സീരിയലൊന്നും കാണാറില്ലേ? എല്ലാ അമ്മായിമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ. 24 മണിക്കൂറും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ മകനെയും മരുമകളെയും തമ്മിൽ തല്ലിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അമ്മച്ചി എത്ര പറഞ്ഞാലും ഞാൻ പവിത്രത്തിനോട് വഴക്കുണ്ടാക്കില്ല. അപ്പൊ കംപ്ലീറ്റ് വഴക്കും നിങ്ങൾ തമ്മിലായിരിക്കും. എന്നോട് വഴക്കിന് വന്നാൽ ഞാൻ വിടില്ല, അതാരായാലും. ചുരുക്കം പറഞ്ഞാൽ ഇനി മനസമാധാനത്തിന്റെ ദിവസങ്ങളായിരിക്കും ഈ കുടുംബത്ത്. രണ്ടുപേർക്കും വല്ല കോടാലിയോ കടാരിയോ തോക്കോ എന്തെങ്കിലും വേണമെന്നുണ്ടോ നേരത്തെ എന്നോട് പറയണേ. അതൊക്കെ വീട്. നമുക്കിന്ന് സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്കോ? എന്താ സിനിമ എന്ന് കേട്ടിട്ടില്ലേ?
കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ സിനിമയ്ക്ക് പോയില്ലെങ്കിൽ പിന്നെ എവിടെ പോവാനാ? എന്റെ പൊന്നു സുമിത്ര, ഈ കല്യാണം നടന്നത് രജിസ്റ്റർ ഓഫീസിലാണെങ്കിലും ചില്ലറ പൈസ ഒന്നുമല്ല എന്റെ കയ്യിൽ നിന്ന് ചെലവായത്. മുഴുവനും കടവാ. ഈ കടവൊന്നും തീർക്കാതെ സിനിമയുടെ പുറകൊന്നും മുടക്കാൻ എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. അപ്പൊ കടം തീർക്കാതെ സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ലേ? ഇല്ല. അങ്ങനെ കടം തീർത്തിട്ട് ജീവിക്കാൻ പറ്റുമോ? മനുഷ്യരായ കുറച്ച് കടമൊക്കെ ഉണ്ടാവും, അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. എന്നാ അതൊക്കെ എനിക്ക് വലിയ കാര്യം തന്നെയാ. ശരി, സിനിമയ്ക്ക് പോകാനുള്ള പൈസ ഞാൻ തന്നാലോ? പ്രശ്നം തീർന്നില്ലേ? ഞാനിങ്ങനെ വെറുതെ കയ്യും വീശി വന്ന് കയറിയതാന്ന് പവിത്രേട്ടൻ വിചാരിച്ചോ? അത്യാവശ്യം ചെലവിനുള്ള കാശ് എന്റെ കയ്യിലും ഉണ്ട്. പവിത്രേട്ടൻ പോയി റെഡി ആവ്, നമുക്ക് സിനിമയ്ക്ക് പോവാം. പോയി റെഡി ആവുന്നു. അമ്മച്ചി ഇത് ഏതും നേരം നോക്കിയാലും മൊബൈലിൽ കുത്തിക്കളിയാണോ? ഇത് സാധനം ഞാൻ മേടിച്ച് തന്നപ്പോ തൊട്ടേ പറഞ്ഞ ഇതിനകത്തിട്ട് ഈ കുത്തിക്കൊണ്ടിരിക്കില്ല ഏത് നേരവും. എനിക്ക് എന്താണ് ഒരു നേരം പോക്ക്? അടുക്കളയിലോട്ട് ചെന്നാ അവളുടെ മുഖം കാണണം. അവക്കാണിങ്ങനെ കണ്ണിർത്ത കണ്ടുകൂടാ. പിന്നെന്ത് ചെയ്യും ഞാൻ? ഞാനേ അവിടെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പണി കണക്കിട്ടുണ്ട്. ഞാനും അവളും കൂടെ ഒരു സിനിമയ്ക്ക് പോകുമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ഒരു 3-4 മണിക്കൂറത്തേക്ക് അമ്മച്ചിക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ല. അമ്മച്ചിക്ക് ഇവിടെ മൊബൈലൊക്കെ തിരിച്ചോണ്ടിരിക്കുകയും ചെയ്യാം. ഏത് സിനിമക്കാടാ പോണ? അല്ല, ഈ പടത്തിന്റെ കാര്യമൊന്നും തീരുമാനിച്ചില്ല. വൈകുന്നേരം ഉണ്ടെങ്കിൽ ഞാനും വന്നുണ്ട്. അമ്മച്ചിയോ? എന്താ, എനിക്ക് സിനിമ കണ്ടാ കൊള്ളൂലേ? അല്ല, ഇതിന് മുമ്പ് ഞാൻ അമ്മച്ചി സിനിമ കാണാൻ വിളിച്ചിട്ട് അമ്മച്ചി വന്നിട്ടില്ലല്ലോ. എന്താന്നറിയാൻ പറയട്ടെ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സിനിമ കാണണം എന്നുള്ള ഒരു വിചാരം തന്നെ. അതുകൊണ്ട് ഞാനും വന്നുണ്ട്. നിന്റെ ടിക്കറ്റിനുള്ള കാശൊക്കെ ഉണ്ടാടാ? എൻ്റെ എവിടെ ഇരിക്കുന്നു അമ്മച്ചി? അവിടെ ഈ പൈസ ഉണ്ടെന്ന് അവള് പറഞ്ഞേ. അവിടെ കാശുണ്ടെങ്കിൽ അവളുടെ കാശിന് ഒരു സിനിമ കണ്ടിട്ടുള്ള കാര്യമുള്ളെന്ന്. ഞാനും വന്നുണ്ട് വൈകുന്നേരം. അല്ല പിന്നെ അമ്മച്ചിയുടെ അനുവാദം വാങ്ങാൻ പോയതായിരിക്കും. അനുവാദം അല്ലല്ലോ പ്രശ്നം. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? അതല്ലേ എൻ്റെ ഒരു വീട്ടുമര്യാദ എന്ന് പറയുന്നേ. ആണ്. രാവിലെ ചായ കുടിക്കണമെങ്കിൽ അമ്മയുടെ അനുവാദം വേണം. ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിലും അമ്മച്ചിയുടെ അനുവാദം വേണം. ഇനി ശ്വാസം എടുക്കണമെങ്കിലും അമ്മച്ചിയുടെ അനുവാദം വേണോ ആവോ? എടി, നീ അതൊന്ന് വിടറേ, രാവിലെ വഴക്കിന് വരാതെ. ഇപ്പോഴേ ഇങ്ങനെ, ഇനി കുറച്ച് നാളോടെ കഴിയുമ്പോ എന്നതായിരിക്കും? എന്താവാൻ? അമ്മച്ചിയെ ഞാൻ വരച്ച വരയ്ക്കകത്ത് നിർത്തും. എന്നിട്ട് അനുവാദം കിട്ടിയോ ആവോ? അമ്മച്ചി പറഞ്ഞ വൈകുന്നേരത്തെ സിനിമയ്ക്ക് പോകാന്നാ പറഞ്ഞേ. എങ്ങനെ 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 എങ്ങനെ? അല്ല, അമ്മച്ചിക്ക് എന്തോ തിരക്കുണ്ട്, വൈകുന്നേരം നേരത്ത് തിരക്ക് കുറയും, അന്നേരം സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അമ്മച്ചി സിനിമയ്ക്ക് വരുന്നുണ്ടോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല അമ്മച്ചി വരുമെന്ന്. ഞാൻ ഇതിനു മുമ്പ് അമ്മച്ചി സിനിമയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ചിട്ട് അമ്മച്ചി വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ട് അമ്മച്ചി സിനിമയ്ക്ക് വരാന്ന് സമ്മതിച്ചേക്കുന്നത്. ഓ, അപ്പൊ പവിത്രേട്ടൻ പോയി വിളിച്ചിട്ടാ അമ്മച്ചി സിനിമയ്ക്ക് വരുന്നേ? ആ, ഞാൻ നേരത്തെ തൊട്ടേ അങ്ങനെ. ഞാൻ എവിടെ പോണേലും അമ്മച്ചിയും വിളിക്കും. വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മനുഷ്യ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ അല്ലേ സിനിമയ്ക്ക് പോകുന്നത്? അതിന്റെ ഇടയ്ക്ക് അമ്മച്ചിക്ക് എന്താ കാര്യം? ഓ, എന്റെ ദൈവമേ, ഇങ്ങനെ മകനില്ലാത്ത ഒരു തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത്. അവൻ നിന്നെ കല്യാണം കഴിച്ചത് ഇപ്പോഴല്ലേ? ഓ അമ്മച്ചി, അതിനു മുമ്പേ അവനെ പ്രസവിച്ച് ഇത്രയും വലുതാക്കിയത് ഞാനാണ്. എന്നിട്ട് ഇത്രയും കാലം എന്താ കുഞ്ഞാറ്റമ്മന്റെ കൂടെ സിനിമയ്ക്ക് പോവാതിരുന്നത്? എനിക്ക് മനസ്സില്ല നീ. എന്നിട്ട് ഇപ്പൊ മനസ്സുണ്ടായോ? ഇപ്പൊ മനസ്സുണ്ട്. പവിത്രേട്ടാ, നമ്മൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോകുന്നതിന്റെ കണ്ണുപിടിയാ അമ്മച്ചിക്ക്. ദേ, ഇവിടുന്ന് സിനിമയ്ക്ക് പോകുന്നെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പോകുന്നില്ല. അല്ല, പോവണ്ട. ആര് പറഞ്ഞ സിനിമക്ക് പോകാൻ? എനിക്കൊരു നിർബന്ധവും ഇല്ല. പവിത്രേട്ടൻ എന്തോ ഒന്നും മിണ്ടാത്തേ? അല്ല, ഞാനിപ്പോ ഇതിനകത്ത് തന്നെ പറയാൻ വേണ്ടിട്ടാ. കഷ്ടമാ പവിത്രേട്ടാ. എന്ത് കഷ്ടം? ഇവിടുന്ന് സിനിമക്ക് പോകണ്ടെങ്കിൽ എന്നെയും കൂട്ടി പോയാ മതി, അല്ലെങ്കിൽ പോകണ്ട. നീ അത് വിടന്നേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇങ്ങനെ കിടന്ന് പിണങ്ങാതെ. നമുക്ക് എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? എല്ലാവരുടെയും കാര്യം നോക്കണമല്ലേ? അതിന്റെ ഇടയ്ക്ക് എന്റെ കാര്യോ? പവിത്രേട്ടാ, എനിക്ക് ഇന്ന് സിനിമയ്ക്ക് പോകണം. അതിന്റെ ഇടയ്ക്ക് അമ്മച്ചി വരാൻ പാടില്ല. കല്യാണം കഴിക്കല്ലേ എന്ന് വിവരമുള്ളവരെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ല. അല്ല, എനിക്കിത് വരണം. എത്ര സമാധാനത്തിൽ ജീവിച്ച ഞാനാ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. ഇതിപ്പോ അങ്ങനെ പറയല്ലേ പവിത്ര. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാനും ഇച്ചാനും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി. ഇതുവരെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇതിപ്പോ പവിത്രന്റെ ഭാഗ്യക്കേട് അത്ര തന്നെ അല്ലേ ഇച്ചായ? പിന്നല്ലാതെ പവിത്ര, പിന്നെ ഈ വിവാഹ ജീവിതം എന്ന് പറയുമ്പോ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം, എന്നാലേ ഈ വണ്ടി സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകൂ. അതെ, ഞാൻ എത്ര വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാന്ന്, പക്ഷെ അവര് തയ്യാറാവണ്ടെന്നേ. എന്റെ പവിത്ര, ഇതെങ്ങോട്ട് നോക്കിയേ, നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വളരെ സിമ്പിളാണ് ഇതൊക്കെ. ആരെ അവരെയോ? അതിലും നല്ലതുണ്ടല്ലോ. അതുകൊണ്ട് ആ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല, അതിനോട് പറഞ്ഞാൽ അതിന് മനസ്സിലാവും. എന്തുവാ ഈ പവിത്രം പറയുന്നു? പവിത്ര ഒരു കാര്യം ചെയ്യ്, എന്നെ ആലീസിനെ നോക്ക്. ഞങ്ങൾ എന്ത് സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. ഇത് നീ കണ്ടു പഠിക്കേ, എന്നിട്ട് സുമിത്രയെ പറഞ്ഞ് പഠിപ്പിക്കേ, അല്ലേടി? കറക്റ്റ്. എന്റെ ഇച്ചായന്റെ സ്നേഹത്തെ പറ്റി അറിഞ്ഞാവില്ലേ, പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കം ഉണ്ടാകത്തില്ല. എന്റെ ഡോക്ടർ, ഇതൊന്നും അവിടെ ചെലവാകത്തില്ല.
ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ വൈകിട്ട് വീട്ടിൽ കത്തിക്കുത്ത് കിടക്കും. ഇതൊക്കെ ഇത്ര വലിയൊരു കാര്യമാണോ പവിത്ര? അല്ലേ ഇച്ചായ? ദേ പവിത്ര നേരെ വീട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് സുമിത്രേനെ കൂട്ടിട്ട് ഒരു സിനിമയ്ക്ക് പോണം. ഇതിനിപ്പോ അമ്മച്ചി എന്ത് പറയാനാ? ആലീസ് മോളെ എന്നെ അടിയത് അതിലൊരു അന്യായമുണ്ട്. എന്താ വെച്ചേ? ഇടി പവിത്ര ഒരു മകനല്ലേ? വയസ്സായ അമ്മയ്ക്ക് ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹം തോന്നി ആ മകനല്ലേ കൊണ്ടുപോകേണ്ടത്. എന്റെ കടമ അവനുണ്ട്. എന്ത് കടമേച്ചായ? എന്നാടി പെണ്ണും ചെറുക്കനും കൂടെ പുതുമോടിയിൽ ഒരു സിനിമയ്ക്ക് പോകുമ്പോ അവിടെ ഈ അമ്മച്ചിനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? പുതുമോടിയായിട്ട് അവര് പോകുമ്പോ അമ്മച്ചിയെ കൂടെ കൂട്ടണം. അങ്ങനെയാ ചെയ്യണ്ടേ? ബസ്റ്റ് ഉപദേശം. പോയിച്ചായ അവിടുന്ന്. എന്നാടി ഒരു സിനിമ കാണാൻ ഇതുവരെ മോഹമില്ലാത്ത അമ്മച്ചിക്ക് പെട്ടെന്നൊരാഗ്രഹം. ഇത് മനഃപൂർവ്വമാന്ന്. എന്നാ ദേ പവിത്രൻ ഒരു ഭർത്താവും കൂടെയാണ്. ഒരു ഭാര്യയുടെ നിസ്സാരമായിട്ടുള്ള ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പവിത്രൻ പിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ പോയത്? പവിത്രനെ ഭർത്താവ് മാത്രമല്ല മകനൂടെയാണ്. അപ്പൊ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മകന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ മകന്റെ ഉത്തരവാദിത്വമല്ലേ അമ്മേനെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നത്? ഇത് വെറും വാശിയാണ് പവിത്ര. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പവിത്ര ഇന്ന് ജീവിക്കേണ്ടത് സുമിത്രയുടെ കൂടെയാണ്. പവിത്ര, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവള് പറയുന്ന കേട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അമ്മയെ നീ ഒഴിവാക്കുകയാണെങ്കിൽ, അത് നിന്റെ ജീവിതകാലം മൊത്തം ഒരു ദുഃഖമായിട്ട് നിൽക്കും. നീ അനുഭവിക്കും. അയ്യോ, ഒരു വലിയൊരു ഉപദേശം വന്നേക്കുന്നു. പിന്നെ നീ വേണ്ടാത്ത കാര്യം അവന് ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കും. ആലീസേ, ഇവിടെ നിക്ക്. ഇപ്പൊ വരാം. ഇതിനൊന്നൊരു തീരുമാനം ഉണ്ടാക്കട്ടെ ആദ്യം. ഈ ചാന പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലല്ലേ ഞാൻ സംസാരിച്ചേ? പവിത്ര എന്നെ പറ്റിയിട്ട് എന്ത് കരുതിയിട്ടുണ്ടോ? എന്ത് കരുതാൻ? എന്റെ വാക്ക് കേട്ട് സ്വന്തം അമ്മച്ചിനെ നോക്കാത്ത ഒരാളായിട്ടല്ലേ പവിത്രൻ ഇച്ചാനെ കരുതത്തുള്ളു? അങ്ങനെ അതിനൊരു അർത്ഥമുണ്ടോ? ആ ഉണ്ട്. എന്റെ ഇച്ചായ, ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും തനിച്ചല്ലേ താമസിക്കുന്നത്. ഇച്ചാന്റെ അമ്മച്ചി ഇവിടെ ഇല്ലല്ലോ. ഇല്ല. സ്വന്തം അമ്മേനെ നോക്കേണ്ടത് മകന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ ആ അമ്മ ഇവിടെ കാണണ്ടേ? ഇവിടെ ഇല്ലാത്തത് എന്റെ കുറ്റം കൊണ്ടാണെന്ന് ധരിക്കത്തില്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇച്ചായനോ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ തർക്കിച്ചില്ലല്ലോ, നീയല്ലേ തർക്കിക്കുന്നു. കല്യാണം കഴിഞ്ഞ ഭാര്യമാരെ നോക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. അറിയാമോ? ഈ ഭർത്താവിനെ വിശ്വസിച്ച് അന്യ വീട്ടിലേക്ക് വരുന്ന സ്ത്രീയുടെ കാര്യം വേറെ ആര് നോക്കും? വേറെ ആരെങ്കിലും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആലിസ, ഞാനൊരു കാര്യം പറയാം. ഒരു വീടാകുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമല്ല, അച്ഛനും അമ്മയും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്. അവരെയൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റൂ? അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റൂ? ഈ പറഞ്ഞതിലേ നല്ല ദുസൂചനയുണ്ട്. എന്ത് ദുസൂചന? ഞാനൊന്നും മറന്നിട്ടില്ല കേട്ടാ. കല്യാണം കഴിഞ്ഞ് ഇച്ചായന്റെ വീട്ടിൽ വന്ന അന്ന് തൊട്ട് എന്നെ ഒരു കാര്യത്തിലും അവിടെ ഉള്ളവർ അടുപ്പിച്ചിട്ടില്ല. എന്തിന്? ഒരു ചായ ഇടാൻ പോലും എന്നെ സമ്മതിച്ചിട്ടില്ല. ആഹാ, ഇതാണ് ഇത്ര വലിയ കാര്യം. സാധാരണ ഭാര്യമാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കെട്ടിക്കൊണ്ടുപോയ വീട്ടിൽ ജോലിയോട് ജോലി എന്നാ. നിനക്കൊരു ജോലിയും തന്നില്ല, നിനക്ക് സുഖമല്ലേ? അയ്യോ, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇച്ചായന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടരുത്, അത് തന്നെ കാര്യം. അങ്ങനെ കുറച്ചു കാലമൊന്നും അല്ല ഞാൻ കഷ്ടപ്പെട്ടത്. എത്ര കാലം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 3 മാസം. 3 മാസം തികഞ്ഞ അന്ന് നീ നിന്റെ അപ്പച്ചനോട് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് എന്നെ സ്ഥലം മാറ്റിച്ചു. എങ്ങോട്ടേക്ക് സ്ഥലം മാറ്റിച്ചു? നിന്റെ വീട്ടിന്റെ അടുത്തേക്ക്. എന്നിട്ട് എന്റെ താമസം എങ്ങോട്ടേക്കാക്കി? നിന്റെ വീട്ടിലേക്കാക്കി. അത് ശരി, അത് കറക്റ്റ് ആണല്ലോ. അവിടെ വെച്ച് എനിക്ക് നീ എത്ര ചായ ഇട്ട് തന്നിട്ടുണ്ട്? അത് പിന്നെ അവിടെ അമ്മച്ചി ഇല്ലേ, പിന്നെ ഞാൻ ഇതിനാ ചായ ഇട്ട് വരുന്നത്? അപ്പൊ നിന്റെ അമ്മച്ചി എനിക്ക് ചായ ഇട്ട് തരുന്നതിൽ നിനക്ക് യാതൊരു പരാതിയില്ല. എന്റെ അമ്മച്ചി എനിക്ക് ചായ ഇട്ട് തരുന്നതിൽ നിനക്ക് പരാതി. ഇപ്പൊ ചായ ഇടുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? അല്ലല്ലോ. പവിത്രൻ ഒരു കാര്യം വന്ന് പറയുമ്പോ ഇച്ചാനെതിരാ നമ്മുടെ വീട്ടുകാരി എടുത്ത് വിളമ്പുന്നത്. ആലിസ, അവര് മര്യാദയ്ക്ക് ജീവിക്കാൻ നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. ശരിയാക്കി തരാം. എന്നാ ശരിയാക്കി തരാം? ദേ പവിത്ര, സ്വന്തം അമ്മയുടെ സാരിതുമ്പി പിടിച്ച് നടക്കാനാണ് പവിത്രന്റെ പ്ലാനെങ്കിൽ കാര്യം കട്ട പോകുകയായിരിക്കും. സുമിത്ര എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും. അമ്മച്ചിയെ മറന്ന് ജീവിക്കാനാണെങ്കിൽ നീ അനുഭവിക്കും. പവിത്ര, ഇവൾ പറയുന്നതൊന്നും കേട്ടേക്കരുത്. എന്നാ ശരിക്കും പറഞ്ഞാൽ ഞാനാ തെറ്റുകാരൻ. മുൻപരിചയമില്ലാത്തൊരു വിഷയത്തിൽ ഉപദേശം തേടിയാണ് ഞാൻ ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വരരുതായിരുന്നു. എന്നോട് ക്ഷമിക്കണം. അല്ലാതെ നിങ്ങൾ ഒന്നും പറയണ്ട. എന്നെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ അകത്ത് കിടന്ന് കാണിച്ച കാര്യങ്ങളില്ലേ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. അമ്മേനെയും സുമിത്രേനെയൊക്കെ ഞാൻ പറഞ്ഞങ്ങ് മനസ്സിലാക്കിക്കോളാം. ഇത്രയും നാൾ നിങ്ങൾ തന്ന ഉപദേശത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. കണ്ടിന്യൂ. ഇയാളുടെ വർത്താനം കേട്ടതൊന്നും നമ്മൾ എന്തോ ചെയ്ത പോലെ. സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ കഴിവില്ലാത്തവന്മാരൊന്നുമേ കെട്ടാൻ പോവരുത്, അല്ലേ ഇച്ചായ? പിന്നല്ലാതെ. ജീവിതത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാത്ത ഈ വിഡ്ഢികളൊന്നും കല്യാണമേ കഴിക്കാൻ പാടില്ല. അനുഭവിക്കട്ടെ. അനുഭവിക്കട്ടെ, അല്ലടി മോളെ? അതെ.
അവിടുത്തെ പോലെ ഇവിടെയും. അമ്മ എന്നാ ഇരിപ്പാമ്മ ഇരിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം, തലകുത്തിയേക്കണോ? നീ എന്തെന്ന് നേരത്തെ? അല്ല, വൈകിട്ട് സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ? അമ്മ പോയി റെഡിയാവും, നമുക്ക് വൈകിട്ട് സിനിമയ്ക്ക് പോകും. ഇല്ലെന്ന് അവള് പറഞ്ഞത് നീ കേട്ടില്ലേ രാവിലെ? ഞാൻ വരികയാണെങ്കിൽ അവള് വരൂലെന്ന്. അമ്മയ്ക്ക് എന്നാ അമ്മേ, അവൾ അങ്ങനെയൊക്കെ പറയും. ഇത്ര നാളെ ഞാൻ ക്ഷമിച്ചു, ഇനി അത് പറ്റൊന്നുമില്ല. ഇന്ന് പോലെ ഈ വീട്ടിലെ കാര്യം നോക്കുന്നത് ഞാനാ. ഞാൻ പറയുന്നത് കേട്ടാ മതി. എടാ മോനെ പവിത്ര, നീ തന്നെയാണാടാ ഈ പറയണത്. നിനക്ക് ഇത്രയും ഞാൻ കുറ്റം ഉണ്ടായിരുന്ന? ഓ, നമുക്ക് സന്തോഷമായിടാ. ഇത്ര നാളൊരു വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരുന്നത്. ഇനി അത് പറ്റുമല്ല. അമ്മ പോയി റെഡിയാകുമ്പോൾ സിനിമയ്ക്ക് പോകും. ഇനി അതിനകത്ത് അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവൾ അവിടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ഞാൻ പോകുന്നുണ്ടെങ്കിൽ അമ്മയും കൊണ്ട് സിനിമയ്ക്ക് പോകുള്ളൂ. ഞാൻ വരുന്നില്ലടാ. കൈക്കും കാലിനൊക്കെ മരയിപ്പ്. തിയേറ്ററിൽ വന്നാൽ അത് കൂടൂലേ? വേണ്ട. അതല്ല, നീ ഇത്രയും കാലമ്പരം വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടാ? പോയിക്കോ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ. പിന്നെ രാവിലെ ഇവിടെ കിടന്നുകൊണ്ട് കയറ് പൊട്ടിച്ചോ? അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ. നിങ്ങൾ രണ്ടും കൂടി പോയിട്ടുമ്പാ. ശരി. എൻ്റെ അമ്മച്ചി, ഈ ബുദ്ധി അമ്മച്ചിക്ക് രാവിലെ തോന്നിയിരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ സമാധാനം പോകായിരുന്നു. എൻ്റെ കാര്യം പോട്ടെ, ആ ഡോക്ടറുടെയും ആലീസിൻ്റെ സമാധാനം കൂടെ കളഞ്ഞു. അവർക്ക് എന്നാ പറ്റി? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേ? അമ്മച്ചി സിനിമയ്ക്ക് വരുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഇനി മാറ്റി പറയരുത്. ഇല്ല, നീ അവളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ശരി. സുമിത്രേ, എടീ. സുമിത്രേ. സുമിത്ര, നീ ഇതുവരെ റെഡിയായില്ലേ? ദേ, സിനിമയ്ക്ക് പോകണ്ട നമുക്ക്. എനിക്കറിയാം നിന്റെ പിണക്കം എന്നാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് വരുന്ന ഏതൊരു പെണ്ണിന്റെ ഒരു ആഗ്രഹമാണ് സ്വന്തം ഭർത്താവിന്റെ കൂട്ടത്തിൽ ഒരു സിനിമയ്ക്ക് പോകാന്നുള്ളത്. അത് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആർക്കാളും ദേഷ്യം വരും. സുമിത്ര, എങ്ങനെ നോക്കിക്കേ, നീ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് സാധിച്ചു തരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഒരു ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇന്ന് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. ആരൊക്കെയുണ്ട് സിനിമയ്ക്ക്? അമ്മച്ചി വരുന്നുണ്ടെന്ന് രാവിലെ പറഞ്ഞു. നമുക്ക് നമ്മുടെ ബന്ധുക്കാരെ കൂടെ വിളിച്ചാലോ? അങ്ങനെ വേണം സിനിമയ്ക്ക് പോവാൻ. ഒരു ബസ് വിളിച്ചു പോവാം. എന്താ? നീ എന്നെ കുറിച്ച് എന്നാ വിചാരിച്ചത്? ഇന്ന് സിനിമയ്ക്ക് പോകുന്നത് നീയും ഞാനും മാത്രം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവോട് സിനിമയ്ക്ക് പോകുന്നതിന്റെ കീഴിൽ അമ്മച്ചി എന്തിനാ വന്ന് കയറുന്നത്? സ്വർഗത്തിലെ കട്ടുറൂമിനെ പോലെ. അമ്മച്ചി വരുന്നില്ലെന്ന് അമ്മച്ചി പറഞ്ഞോ? ആദ്യം ഒന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ സിനിമയ്ക്ക് പോകുന്നത്, അതിൻ്റെ ഇടയിൽ അമ്മച്ചിക്ക് വരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അതിൽ അമ്മച്ചി അങ്ങ് വീണ് ഒതുങ്ങി. ബെസ്റ്റ്. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അമ്മച്ചി ഇല്ലാതെ സിനിമയ്ക്ക് പോയിട്ടെ അത് നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞു നടക്കാനല്ലേ? ആ പെണ്ണ് വന്നു കഴിഞ്ഞ ശേഷം ആ തള്ളയ്ക്ക് കഷ്ടകാലം എന്ന് അങ്ങനെ എന്നെ നാണം കിടത്താന്ന് കരുതണ്ട. അമ്മച്ചി ഉണ്ടെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകുന്നുള്ളൂ. സുമിത്ര, നീ എന്നാടി പറയുന്നത്? പവിത്രയുടെ മിണ്ടരുത്. ഇവിടെ ഞാനും അമ്മച്ചിയും തമ്മിൽ വെച്ച് നിസ്സാര പ്രശ്നം നടന്നപ്പോ പവിത്രയുടെ ഓടിപ്പോയത് ഡോക്ടറുടെ വീട്ടിൽ പോയി പറഞ്ഞില്ലേ? എന്നിട്ട് ആലീസ് ചേച്ചി എന്റെ പക്ഷം പിടിച്ചപ്പം ഡോക്ടറും പവിത്രനും കൂടെ അമ്മച്ചിയുടെ പക്ഷം പിടിച്ചു. ഇതൊക്കെ നിന്നോടാണടി പറഞ്ഞത്? ആലീസ് ചേച്ചി വിളിച്ചു പറഞ്ഞു എന്റെ അടുത്ത്. അമ്മച്ചി ഇല്ലാതെ സിനിമയ്ക്ക് പോയിട്ടെ അത് നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം പറഞ്ഞു നടത്തി എന്നെ മോശക്കാരിയാക്കാനല്ലേ? ആ പൂതി മനസ്സിലിരുന്നാ മതി. അത് നടക്കില്ല. അമ്മച്ചി ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ. നീ വന്നേ. എന്താ അമ്മയോടെ പോ, അമ്മയോടെ വന്നേ. ഈ വീട്ടിൽ രാവിലെ സിനിമയുടെ കാര്യം പറഞ്ഞാരാ? ഞാനാ. ഈ കാര്യം ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞായിരുന്നു. അന്നേരം അമ്മ എന്നാ പറഞ്ഞേ? ഞാനും കൂടെ വരുമെന്ന്. ഇത് കേട്ടോ നീ എന്നാ പറഞ്ഞേ? അമ്മ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അമ്മ എന്നാ പറഞ്ഞേ? എന്നെയും കൊണ്ടല്ല അത് പോകാൻ പറ്റില്ലെന്നു. ആണോ? ഇവിടം വരെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. ഇനി അമ്മച്ചിയുടെ കാര്യം പറ. അമ്മച്ചി സിനിമയ്ക്ക് വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ലെന്ന് പറഞ്ഞല്ല. കാരണം കൈക്കും കാലിനും മരവിപ്പ്. തിയേറ്ററിൽ ഇരുന്നാ കൂടും. ഈ കൈക്കും കാലിനും മരവിപ്പ് രാവിലെ ഇല്ലായിരുന്നു. പിന്നെന്തിനാ അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്നോ അന്നെ വാശി പിടിച്ചെന്റെ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞാണ് അമ്മച്ചിയുടെ കൂടെ കൊണ്ടുപോകാന്ന്. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? അമ്മച്ചി ഉണ്ടെങ്കിലും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മച്ചി വരുന്നില്ല, നിന്റെ തീരുമാനം എന്നാ? ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചി ഇല്ലാതെ സിനിമയ്ക്ക് പോയിട്ടെ അത് നാട് മുഴുവൻ പറഞ്ഞു നടക്കാനല്ലേ. ഇനി ആ പരിപാടി നടക്കില്ല. അമ്മച്ചി ഇല്ലാതെ ഞാൻ വരുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ മോനത് നാട് മുഴുവൻ പറഞ്ഞു നടന്നല്ലോ. ഇനി അമ്മച്ചിയുടെ വക കൂടി ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ മോശക്കാരി ആവാനല്ലേ? ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഹോ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കുറിച്ച് എന്നാ വിചാരിച്ചേക്കുന്നേ? ഞാൻ വെറും ഉണ്ടാക്കാനാണെന്നോ? മനുഷ്യന്റെ മനസമാധാനം കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്ക രണ്ടെണ്ണവും കൂടെ. ഒരാൾക്ക് ഒരിക്കലും ഇല്ലാത്തൊരു പുതിയ സിനിമ കണ്ടേ പറ്റുള്ളൂ. ഒരുത്തേക്കാണെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സിനിമ സ്ക്രീനെ തെളിയത്തില്ല. ഞാനൊരു കാര്യം പറയാം. ഓരോരോ ഇടപാട് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നെ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ എന്നെ തനിക്കൊണം നിങ്ങൾ അറിയും. ഇനി മേലിൽ ഈ കുടുംബത്തെ സിനിമ എന്ന് പറഞ്ഞ ഒരു വാക്ക് പോലും വേണ്ടി പോലും. മനസ്സിലായോ? നിനക്ക് മനസ്സിലായി?
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തോണം. അതിന് തെറി പറഞ്ഞിട്ടാണെങ്കിലും ശരി, തമ്മിൽ തല്ലി തീർത്തിട്ടാണെങ്കിലും ശരി. ബാക്കിയുള്ളവർ ക്ഷമയ്ക്ക് ഒരു പരിധിയില്ലേ? ആർക്കറിയാം എന്താ പതിവില്ലാതൊരു ദേഷ്യം? വളർത്തു ദോഷം അല്ലാണ്ട് എന്ത്. വളർത്തിയൊന്നും കുറ്റമില്ല. നീ എന്നിവിടെ കയറി വന്നോ അന്ന് തുടങ്ങിയതാണ് ഇവൻ ഈ സുഖം. ആവശ്യമില്ല തന്നെ പറഞ്ഞോണ്ടല്ലോ.